ഒക്കെ കൂടുന്ന ഒരു സംഘടനയുണ്ടല്ലോ, ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അവരിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഉണ്ട് 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 നേരിടേണ്ടി വന്നിട്ടുണ്ട്. കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ നടി ഉഷ പ്രതികരിക്കുന്നു. അതിലേക്ക് തത്സമയം. അല്ലല്ല, ആ സംവിധായകൻ മൂലമൊന്നും എനിക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പരാതി പറയേണ്ട ആൾക്കാർ തന്നെ നമ്മൾ ആളാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ട് ആരോടും പരാതി പറയാനുള്ളൊരു അവസരം വന്നില്ല, ആരും കേൾക്കാനുമില്ല. വിട്ടുനിന്നതല്ല, നമ്മൾ വിളിക്കാത്തതാണ്. വിട്ടുനിന്നെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് സുഖമില്ലാന്ന് കുറച്ച് നാൾ ഞാനായിട്ട് മാറി നിന്നെങ്കിലും അതിനു മുൻപ് ഞാൻ നല്ല തിരക്കുള്ള സമയത്താണ് എനിക്ക് പടങ്ങൾ കുറയുന്നത്. ആയിരിക്കും, ആണ്. ഞാൻ പ്രതികരിച്ചതിൻ്റെ പേരിൽ തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് ഹൗസ് അങ്ങനതല്ല. അത് മാത്രമല്ലല്ലോ, നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്കതൊന്നും ഇഷ്ടമല്ലല്ലോ. നമ്മൾ പ്രതികരിക്കുന്നു, നമ്മൾ പറയുന്നത് ഒന്നും അവർക്കാർക്കും ഇഷ്ടമല്ല. അപ്പോൾ അവരെ ഒരു തീരുമാനം എടുക്കും. അതേക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. സാരില്ല, നടന്മാരൊന്നും നമ്മളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രതികരിക്കുന്ന ആളായതുകൊണ്ടാവാം. പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മോശമായിട്ട് അവരോട് പെരുമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സംവിധായകർ അവസരം ഹോട്ടലിൽ വന്ന് താമസിച്ചതിന് ശേഷം ഇത്തരം ആവശ്യങ്ങൾ പുള്ളി ആവശ്യപ്പെട്ടത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് നടത്തി കൊടുത്തില്ലെങ്കിൽ അവരെ പിറ്റേ ദിവസം പറഞ്ഞു വിടുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സർക്കാരിനോട് ഞാൻ സാധാരണഗതിയിൽ ഇത് കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് മുങ്ങിപ്പോവുകയാണ് പതിവ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ദയവായിട്ട് ഇതിനകത്ത് നിയമത്തിൻ്റെ മുന്നിൽ ഇവരെ കൊണ്ടുവന്ന് അവർക്ക് അതൊരു മാതൃകയായിരിക്കണം. ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ ഇതൊരു തൊഴിലിടമല്ലേ, നമുക്ക് സുരക്ഷ വേണം, തൊഴിലിടം വേണം. നമുക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളില്ലാത്ത ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അല്ല ഇത് ഒരു പാഷനായിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് അവിടെ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാർ ദയവായി ചെയ്യണം. ഇവരെ വെറുതെ വിടരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കുകയായിരുന്നു നടി ഉഷ. അവർ പറയുന്നത് ഇതിൽ ആരോപണ വിധേയരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, പ്രതികരിക്കാൻ നടിമാർ തയ്യാറാകണം. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്. മുൻപ് ഇത്തരത്തിൽ പരാതി പറയാനൊന്നും ഒരു ഫോറം ഉണ്ടായിരുന്നില്ല, പരാതി പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയായിരുന്നു. തനിക്ക് ചില കാര്യങ്ങളിലുണ്ടായ ദുരനുഭവം അവർ മാധ്യമങ്ങളുമായി പങ്കുവച്ചു.